വർഷമായിട്ട് സർക്കാർ ആശുപത്രികളിൽ മരുന്നില്ല, കുട്ടികൾക്ക് ഉച്ചക്കഞ്ഞി ഭക്ഷണമില്ല, കോൺട്രാക്ടർമാർക്ക് കൊടുക്കാൻ പണമില്ല. കഴിഞ്ഞ ദിവസം ഞാൻ എറണാകുളം പോയപ്പോൾ മഴയാണ്. ഈ മഴയത്ത് പല സ്ലാബുകളും ഒടിഞ്ഞിട്ട് ഞാൻ അന്വേഷിച്ചപ്പോൾ ഈ സ്ലാബുകളൊന്നും പുതുക്കിയിടാൻ ഈ കോൺട്രാക്ടർമാർ തയ്യാറാകുന്നില്ല. സുഹൃത്തുക്കളെ, എന്തുകൊണ്ടെന്നാൽ സർക്കാർ കോടിക്കണക്കിന് രൂപ ഇവിടെ കോൺട്രാക്ടർമാർക്ക് കൊടുക്കാൻ കിടക്കുകയാണ്. നമുക്കറിയാം, ഇവിടെ അമിത ശമ്പളവും അന്യായ പെൻഷനും കൊണ്ട് നികുതി വരുമാനത്തിന്റെ ഏതാണ്ട് 80% ശമ്പളവും പെൻഷനുമായി ഒരു മാസം കൊടുക്കുമ്പോൾ ഏതാണ്ട് 25% പൈസ പണം, നികുതി പണം ഇവിടെ ഈ ഉദ്യോഗസ്ഥന്മാർക്കും പെൻഷൻകാർക്കും വിതരണം ചെയ്യാനായി ഉപയോഗിച്ച പണത്തിന് പലിശ കൊടുക്കാൻ വേണ്ടി ഏതാണ്ട് നമ്മുടെ നികുതി വരുമാനത്തിന്റെ 25% ഉപയോഗിക്കപ്പെടുന്നു. അങ്ങനെ നമ്മുടെ മൊത്തം നികുതി വരുമാനത്തിന്റെ ഏതാണ്ട് 105% ഇങ്ങനെ ഈ 3% തെറ്റിപ്പോറ്റുവാൻ വേണ്ടി നമ്മൾ സാധാരണക്കാർ പണിയെടുക്കുന്നതിനെതിരെയുള്ള രോഷമാണ്, അതിനെതിരെയുള്ള സമര പരിപാടികളാണ് സുഹൃത്തുക്കളെ ഇന്ന് ഈ പാലാ നഗരവീതിയിലൂടെ വൺ ഇന്ത്യ വൺ പെൻഷന്റെയും കർഷക സംഘടനകളുടെയും ആഭിമുഖ്യത്തിൽ നടന്നത്. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മളിവിടെ നൂറുകണക്കിന് ആൾക്കാർ കൂടിയെങ്കിൽ കാലാവസ്ഥ അനുകൂലമായിരുന്നുവെങ്കിൽ ആയിരക്കണക്കിന് ആളുകളോട് കൂടുമായിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. സുഹൃത്തുക്കളെ, നമുക്കറിയാം, നമ്മള് വൺ ഇന്ത്യ വൺ പെൻഷൻ ശമ്പളവും അന്യായ പെൻഷനും വെട്ടിക്കുറയ്ക്കുക എന്ന് പറയുമ്പോൾ അതൊരു വാഴ്വാക്കല. സുഹൃത്തുക്കളെ, നമുക്കറിയാം, ഇന്നൊരു കർഷക സംഘടനയിൽപ്പെട്ടവര് നമ്മളൊക്കെ തന്നെ കർഷകരാണ്. വൺ ഇന്ത്യ വൺ പെൻഷനും കർഷക സംഘടനയും ഒരമ്മ പെറ്റ മക്കളെ പോലെയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ വലിയ കാർഷിക വൃത്തിയില് കണക്കനുസരിച്ച് പോലും 5 ആളിന് 14,500 രൂപ മാത്രമേ വരുമാനമുള്ളൂ. പക്ഷേ അതുപോലും സർക്കാരിന്റെ കണക്കാണ്. നമുക്കറിയാം, ഇവിടെയൊക്കെ റബ്ബറാണ്, റബ്ബർ തോട്ടമുണ്ട്. ഒരു സാധാരണ കർഷകന് 1 ലക്ഷം രൂപ എങ്കിലും ഇന്ന് വരുമാനമുണ്ടോ എന്ന് ചങ്കത്ത് കൈവച്ച് എന്നെ കേൾക്കുന്ന ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ? സുഹൃത്തുക്കളെ, 1 ലക്ഷം രൂപ വരുമാനമുണ്ടെന്ന് വെക്കുക. ഈ 1 ലക്ഷം രൂപയെ 12 മാസം കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്നത് 1,300 രൂപയാണ്. അങ്ങനെ ഒരു മാസം ഇവിടുത്തെ സാധാരണ കർഷകന് അവന്റെ ഭാര്യയും കൂടെ കൂട്ടിയാൽ 4,150 രൂപ മാത്രമാണ് ഇവിടുത്തെ വരുമാനം എന്ന് പറയുന്നത്. അങ്ങനെ കർഷകരും കർഷക തൊഴിലാളികളും അതുപോലെ തന്നെ ഇവിടുത്തെ സാധാരണ പ്രൈവറ്റ് മേഖലയിൽ പണിയെടുക്കുന്നവര് അവരവരെ 1000 രൂപ മുതൽ 15,000 രൂപ മാത്രം ശമ്പളത്തിൽ ജോലി എടുക്കുന്നവരാണ്. എന്തിനാണ്? നമുക്കറിയാം, ഇവിടെ വീടും എമ്മടും പഠിച്ച കുട്ടികൾ ഇവിടെ ഇംഗ്ലീഷ് വിഷയത്തിൽ പഠിപ്പിക്കുന്നതും ഈ പറയുന്ന 10,000-നും 15,000-നുമാണ്. അങ്ങനെ ഇവിടുത്തെ ഏതാണ്ട് 90% ആൾക്കാരും ഒരു 10,000 രൂപ തൊട്ട് 20,000 രൂപ വരെ വരുമാനത്തില് പരതന്തിയോളം പണിയെടുക്കുമ്പോൾ ഇവിടെ ലക്ഷങ്ങൾ ശമ്പളം കൊടുക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് ഈ പെൻഷൻ ശമ്പളത്തേക്കാൾ കിരാതമാണ് പെൻഷൻ കൊടുക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാക്കണം, ഒരു വില്ലേജ് ഓഫീസർ അയാളുടെ കസേരയിൽ ഇരിക്കുമ്പോൾ ഏതാണ്ട് 6-7 വില്ലേജ് ഓഫീസർ ആ വില്ലേജ് ഓഫീസറുടെ കസേരയിൽ ഇരുന്നതിന് വെളിച്ചത്തിൽ പെൻഷൻ വാങ്ങുകയാണ്. സുഹൃത്തുക്കളെ, നമ്മളെ മനസ്സിലാക്കണം, ഒരു വില്ലേജ് ഓഫീസർ ഏതാണ്ട് 1,20,000 രൂപ ശമ്പളം വാങ്ങുമ്പോൾ അതേ കസേരയിലിരുന്ന 6-7 പേര് ഇതിന്റെ പേരിൽ പകുതി ശമ്പളം വാങ്ങുമ്പോൾ, പകുതി പെൻഷൻ ശമ്പളം, പകുതി ശമ്പളം പെൻഷൻ എന്ന ഓമന പേരിൽ വാങ്ങുമ്പോൾ ഏതാണ്ട് ഒരു 3-3.5 ലക്ഷം രൂപയാണ് ഒരു വില്ലേജ് ഓഫീസറെ